ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അതേ മോഡലിലുള്ള മൊബൈൽ ഫോൺ തന്നെ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതിപ്പോൾ നിങ്ങളുടെ കൊളീഗ്സിൻ്റെ അടുത്താകാം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താകാം, നിങ്ങൾ ഇനി വെറുതെ നടന്നു പോകുന്ന സമയത്ത് ഷോപ്പുകളിലായിരിക്കാം. അതേ മൊബൈൽ ഫോൺ തന്നെ, അതേ മോഡലിലുള്ള മൊബൈൽ ഫോൺ തന്നെ നിങ്ങളുടെ കണ്ണുകളിൽ ഉടക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുവാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാർ, നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കണ്ണുകളിൽ ഉടക്കുന്നത് അതേ മോഡലിലുള്ള അതേ കളറിലുള്ള കാർ തന്നെയായിരിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബ്രെയിനിലെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ റാസ് എന്ന് അറിയപ്പെടുന്ന സംവിധാനം. അപ്പോൾ ഈ റാസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇത് ബ്രെയിനിലെ ഒരു അറ്റൻഷൻ ഫിൽട്ടറാണ്. അതായത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ ഈ റാസ് എന്ന് പറയുന്ന സംവിധാനം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യം, അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കുന്നു, അതിലേക്ക് മാത്രമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ റാസ് എന്ന് പറയുന്ന സംവിധാനം അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആകർഷിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, പ്രശ്നം ഒഴിഞ്ഞിട്ട് സമയമേ ഇല്ല, ഒന്ന് മാറി പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കാര്യം പിടികിട്ടിയില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന്. അവർ പ്രശ്നങ്ങളിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കും ഇനി അടുത്ത പ്രശ്നം എന്താണ്. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ പ്രശ്നം കഴിയും തോറും അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിച്ച് അവർ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളും അതിൽപ്പെടുന്ന ആളുകളാണ്, അല്ലേ? ഇനി അവസരങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയോ, അവസരങ്ങളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും അവസരങ്ങളുടേതായിട്ടുള്ള പെരുമഴയായിരിക്കും. ബിസിനസ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരും കാണാത്ത ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അയാൾ കണ്ടെടുക്കും. ഇനി ജോലി ഒഴിവുകളാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ മൊബൈൽ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ ജോലി ഒഴിവുകൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി അവസരമായിട്ട് കണ്ടെത്തും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുക, ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ കുറിച്ചിടുക, അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കുക, പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങളുടെ ബുക്കുകളിലേക്ക് എഴുതുക. ശേഷം അതിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, അതിന് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വെൽത്ത്, അല്ലേ? അപ്പോൾ നമുക്കൊരു അഫർമേഷനിലൂടെ നമുക്കതിനെ നമ്മുടെ മനസ്സിൽ കുറിച്ചിടാം. സമ്പത്തും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കേട്ടോ, ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതുപോലെ നിങ്ങളൊരു പാർട്ട്ണറിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതല്ല എങ്കിൽ നിങ്ങൾ നല്ല ആരോഗ്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്തുമാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ അതൊരു ലക്ഷ്യമായിട്ട് മനസ്സിൽ ഉരുക്കി പതിപ്പിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു അഫർമേഷൻ കുറിച്ചിടുക. സമ്പത്തും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി കോൺഫിഡൻസ് തീരെ ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ തികഞ്ഞ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള അഫർമേഷൻ നിങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡിലേക്കും നിങ്ങളുടെ ബുക്കിലേക്കും ഒന്ന് കുറിച്ചിട്ട് നോക്കിക്കേ. പിന്നെ അതിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിന് തക്കതായിട്ടുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതിനിടയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ലോ ഓഫ് അട്രാക്ഷനിലും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ അവിടം വികസിക്കുന്നു. അപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ വികസിക്കുന്നു, ഓപ്പർച്യൂണിറ്റീസിലേക്ക് നോക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വികസിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചിടുക. ഇവിടുന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ശേഷം അതൊരു അഫർമേഷനായിട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് കുറിച്ചിടുക. പിന്നീട് അതിലേക്ക് നിരന്തരമായിട്ട് ശ്രദ്ധ കൊടുക്കുക. ചെറിയ ചെറിയ ആക്ഷൻസ് ഒന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായും അതിന് തക്കതായിട്ടുള്ള അവസരങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഫ്രണ്ട്സ്,
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്.